പ്രിയപ്പെട്ടവരെ, നാം പെടുക്കുന്ന പ്രണയം എന്ന നോവലിൻ്റെ 46-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആശുപത്രിയിൽ ചികിത്സയിലുള്ള പാപ്പച്ചനമ്മാവൻ്റെ ആരോഗ്യനിലയിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന മാറ്റങ്ങളും അതിനെ തുടർന്നുള്ള വേദനയും ആശങ്കയും നിറഞ്ഞ നിമിഷങ്ങളുമാണ് ഈ ഭാഗത്തിൽ. നമുക്ക് കഥയിലേക്ക് കടക്കാം. വില്ലേജ് ഓഫീസിലെ ശങ്കരൻ്റെ അനിയൻ ഭാസ്കരനാണ് ജീപ്പുമായി വന്നത്. ഭാസ്കരൻ പുല്ലരി ടൗണിലെ ഡ്രൈവറാണ്. ഇതിനു മുൻപും 1-2 തവണ അവരോടൊപ്പം വണ്ടിയുമായി വന്നിട്ടുള്ളതുമാണ് ഭാസ്കരൻ. അതുകൊണ്ടുകൂടിയാണ് ജിമ്മി ഭാസ്കരനെ വിളിച്ചത്. പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ ചെന്ന് കുറച്ചു സമയം കാത്തു നിൽക്കേണ്ടി വന്നാലും ഭാസ്കരന് ബുദ്ധിമുട്ടില്ല, പരിഭവമൊന്നും പറയുകയുമില്ല. കഴിയുമെങ്കിൽ അമ്മാവനെ കണ്ടതിന് ശേഷം ഇന്ന് തന്നെ മടങ്ങിപ്പോരാൻ സൗകര്യമൊത്താലോ എന്നൊരു നേരിയ പ്രതീക്ഷ ജിമ്മിക്കുണ്ടായിരുന്നു. ഭാസ്കരനെ വിളിക്കാൻ ഒരു കാരണം അതുകൂടിയാണ്. എവിടേക്കാണ് പോകേണ്ടത് എന്ന് ഭാസ്കരൻ ചോദിച്ചത് വണ്ടി വിട്ട് കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് ജിമ്മി അത് ഓർത്തതും. ആശുപത്രിയിലുള്ള രോഗിയെ കാണാൻ നെല്ലിമറ്റത്തേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ എന്ന്. ഏതാണ് ആശുപത്രി എന്നറിയാനും കഴിഞ്ഞില്ല. കോതമംഗലത്ത് ഏതെങ്കിലും ആശുപത്രിയിലാണെങ്കിൽ പിന്നെ നെല്ലിമറ്റത്ത് പോയിട്ട് തിരിച്ചു വരേണ്ടി വരില്ലേ? ഉള്ളത് പറയാമല്ലോ ഭാസ്കര, കോതമംഗലത്തിനാണോ നെല്ലിമറ്റത്തിനാണോ പോകേണ്ടത് എന്ന് എനിക്കിപ്പോൾ സംശയം. എവിടെയെങ്കിലും ബൂത്തിൻ്റെ അവിടെ നിർത്താമെങ്കിൽ ഞാനൊന്ന് വിളിച്ചു ചോദിക്കാം. അത് ഞാൻ ഏറ്റു. സാറ് വിളിച്ചു ചോദിച്ച് കൃത്യം സ്ഥലമറിഞ്ഞാൽ പിന്നെ നേരെ അങ്ങോട്ട് വിട്ടാൽ മതിയല്ലോ. പിന്നെ അധിക നേരം പോകേണ്ടി വന്നില്ല. ഒരു STD ബൂത്തിനു മുന്നിൽ ഭാസ്കരൻ വണ്ടി നിർത്തി. ജിമ്മി ഇറങ്ങിപ്പോയി കൊച്ചമ്മാവൻ്റെ നമ്പറിൽ വിളിച്ചു. അപ്പോൾ അറിഞ്ഞത് കോതമംഗലത്ത് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ് എന്നാണ്. അതുകൊണ്ട് അവർ നെല്ലിമറ്റത്തേക്ക് പോയില്ല, പകരം കോതമംഗലത്തേക്കാണ് പോയത്. കോതമംഗലത്തെ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. താഴെ നിന്നും കൊച്ചമ്മാവനെ വിളിച്ചപ്പോൾ അവർക്ക് വിവരങ്ങളെല്ലാം കൃത്യമായി കിട്ടി. റൂം നമ്പർ 220 ICUവിൻ്റെ തൊട്ടടുത്ത മുറിയാണ്. അവിടെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആങ്ങളയെ കാണുമ്പോൾ കരയരുതെന്ന് എല്ലാവരും അന്നമ്മ ചേടത്തിയോട് ആളാംവീതം പറഞ്ഞു. ചേടത്തി അത് സമ്മതിക്കുകയും ചെയ്തു. കാര്യമൊക്കെ ശരി. മുറിക്കുള്ളിൽ കയറി ആ കിടപ്പ് കണ്ടപ്പോഴേ വിതുമ്പിക്കൊണ്ടാണ് ചേടത്തി ആങ്ങളയുടെ അടുത്തേക്ക് ചെന്നത്. എന്നാ പറ്റിയടാ പാപ്പച്ച നിനക്ക്? എന്നാ വന്നാലും ഒരിടത്ത് കിടക്കാത്ത നീ ഇത്ര മര്യാദയ്ക്ക് കിടക്കണമെങ്കിൽ? സങ്കടം വന്നിട്ടാണെന്ന് തോന്നുന്നു. ആ വാചകം പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. എൻ്റെ പെങ്ങളെ, എനിക്കെങ്ങും ഒരു കുഴപ്പവുമില്ലെന്നേ. ചെറിയൊരു നെഞ്ചുവേദന വന്നു. തീരെ ചെറിയതല്ല കേട്ടോ. അതിന് എല്ലാവരും കൂടെ എന്നെ ഇവിടെ കൊണ്ടിട്ടു. അവർ ഏതാണ്ടൊക്കെ ചെയ്തു. അങ്ങനെയൊന്നും പാപ്പച്ചൻ പോവുകേല പെങ്ങളെ. നീ പോയാൽ പിന്നെ എന്നെ ഇങ്ങനെ വിളിക്കാനും വർത്തമാനം പറയാനും എനിക്ക് ആരാടാ ഉള്ളത്? അതുകൊണ്ട് ഞാൻ പോയിട്ട് നീ പോയാൽ മതിയെന്ന എൻ്റെ ഒരു ആഗ്രഹം. പെങ്ങളുടെ ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷേ ഉന്നതത്തിൽ നിന്ന് വിളി വന്നാൽ പിന്നെ പോകാതിരിക്കുന്നത് എങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ ആദ്യം എന്നെ വിളിക്കാനാണ് എൻ്റെ പ്രാർത്ഥന. കൂടപ്പിറപ്പുകളുടെ മരണം കാണാൻ വയ്യാത്തതുകൊണ്ടാടാ. ഏതു ദുഃഖവും സഹിക്കാനുള്ള കരുത്ത് കർത്താവ് തമ്പുരാൻ നമുക്ക് തരും പെങ്ങളെ. ദിവസവും പ്രാർത്ഥിക്കുന്നതല്ലേ?
പ്രാർത്ഥന കൃത്യമായി കേൾക്കുകയും നടത്തി തരികയും ചെയ്യും. വർത്തമാനം പറയാനേ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ നാത്തൂനെ കണ്ടപ്പോൾ ഒരിക്കലുമില്ലാത്ത പോലെ വർത്തമാനം. തൽക്കാലം മതിയാക്ക്, നാളെ ബാക്കി പറയാം. പോരെ നാത്തൂനെ? അത് മതി, നീ സന്തോഷമായി കിടന്നു വാപ്പച്ച. ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാം. എന്നിട്ട് രാവിലെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാം. ഇത്രയും പറഞ്ഞ് അവർ വന്ന വണ്ടിയിൽ തന്നെ പാപ്പച്ചൻ ചേട്ടൻ്റെ നെല്ലിമറ്റത്തെ വീട്ടിലേക്ക് പോയി. കണ്ടിട്ട് അന്ന് തന്നെ മടങ്ങി വരാം എന്നുള്ള ജിമ്മിയുടെ പദ്ധതി നടന്നില്ല. പോകാൻ അത്രയൊന്നും ഇഷ്ടമില്ല എങ്കിലും ആ വീട്ടിലേക്ക് തന്നെ പോയി നിൽക്കേണ്ടി വന്നു ജിമ്മിക്ക്. പറഞ്ഞിട്ടെന്ത് കാര്യം? ജിമ്മിക്ക് താല്പര്യമില്ലെങ്കിലും അമ്മച്ചിക്ക് നല്ല താല്പര്യമാണ്. അവിടെ ചെന്നിട്ടോ ജിമ്മി ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലായിപ്പോയി. ആരോടും കാര്യമായി സംസാരിക്കാനില്ല. ആ വീട്ടിലുള്ളവരിൽ വെച്ച് കുറച്ച് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് സോമിയുടെ മകൾ സുലുവിനോടാണ്. സുലുവിനെ അന്ന് അവിടെയെങ്ങും കണ്ടതുമില്ല. ടീപ്പോയിയുടെ മുകളിൽ കിടന്നിരുന്ന ഒരു പഴയ മാസികയെടുത്ത് ചുമ്മാ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. വായിക്കാനൊന്നും തോന്നിയില്ല. കുറേ നേരം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും എവിടെ നിന്നോ സുലു വന്നെത്തി. പാപ്പനെന്നാ ഒറ്റയ്ക്കിരുന്ന് വായിക്കുകയാണോ അതോ ബോറടിച്ചിട്ട് ചുമ്മാ മറിച്ചു നോക്കുന്നതേ ഉള്ളോ? സത്യം പറയാമല്ലോ സുലു, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിട്ടാ വായന തുടങ്ങിയത്, അല്ലാതെ താല്പര്യമുണ്ടായിട്ടല്ല. പിന്നെ നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? പാപ്പനോട് ഉള്ള കാര്യം പറയാമല്ലോ. കണക്ക് എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. ഈ വീട്ടിലുള്ള ഒരെണ്ണത്തിനും ഒരു സംശയം പറഞ്ഞു തരാൻ പോലും അറിയത്തുമില്ല. ട്യൂഷന് പോയാലല്ലാതെ സുലു രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ്. പാപ്പന് കണക്ക് പഠിപ്പിച്ചു തരാൻ അറിയാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ വന്നു നിൽക്കാമായിരുന്നു. കണക്ക് എനിക്കിഷ്ടപ്പെട്ട വിഷയമായിരുന്നു, എളുപ്പവുമായിരുന്നു. എന്നാൽ 10ാം ക്ലാസ്സിന് ശേഷം പിന്നെ പഠിച്ചതെല്ലാം വേറെ വിഷയങ്ങളായതുകൊണ്ട് ടച്ച് വിട്ടുപോയി. ഇനി നിന്നെ പഠിപ്പിക്കണമെങ്കിൽ തന്നെ നന്നായി ഒന്ന് പ്രിപ്പയർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് പഠിക്കണം, എന്നിട്ട് വേണം നിന്നെ പഠിപ്പിക്കാൻ. അത് വേണോ? പാപ്പന് പറ്റുമോ എന്ന് നോക്ക്. ഏതായാലും ഞാനിപ്പം പുസ്തകം എടുത്തുകൊണ്ട് വരട്ടെ? ഇപ്പം വേണ്ട മോളെ. ഏതായാലും മോൾക്ക് പറ്റുമെങ്കിൽ ഒരു കട്ടൻ കാപ്പി തരാമോ പാപ്പന്? ഇപ്പം വരാവേ. പാപ്പൻ ഇപ്പുറത്ത് എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് വന്നിരിക്കേ, എന്നിട്ട് വർത്തമാനത്തിലൊക്കെ കൂട്. പാപ്പച്ചൻ ചേട്ടന് കുറച്ച് കുറഞ്ഞത് കണ്ടതുകൊണ്ടാണ് വർത്തമാനമൊക്കെ തുടങ്ങിയത്. ഇന്നലെ ശ്മശാന മൂകതയായിരുന്നു എന്നൊക്കെ സുലു പറഞ്ഞു. സുലുക്കൊച്ചു കൊണ്ടുവന്നു കൊടുത്ത കട്ടൻ കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പുകളായി. പ്രാർത്ഥനാ സമയം സാധാരണയിലും അല്പം വൈകി. എന്നാലും എല്ലാവരും കാര്യമായി പാപ്പച്ചൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്താഴം കുടിയും കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കാനായപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. സോമിയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. മറുതലയ്ക്കൽ നിന്നും കേട്ട വാചകങ്ങൾ സോമിയെ സ്തബ്ധനാക്കി കളഞ്ഞു. പാപ്പച്ചൻ ചേട്ടന് അല്പം മുമ്പ് വീണ്ടും ഒരു തവണ കൂടി അറ്റാക്ക് ഉണ്ടായി. ഇപ്പോൾ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇപ്പോൾ ശ്വസിക്കുന്നത് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ്. അതുതന്നെ എത്ര നേരം തുടരുമെന്ന് അറിയില്ല. എത്രയും വേഗം ആശുപത്രിയിലെത്താനാണ് വിളിച്ചു പറഞ്ഞത്. അന്ന് ആശുപത്രിയിൽ സോമിയുടെ അനുജൻ സോജനായിരുന്നു ഉണ്ടായിരുന്നത്. സോമിയും ജിമ്മിയും അന്നമ്മ ചേടത്തിയും
പെട്ടെന്ന് തയ്യാറായി അവിടുത്തെ ജീപ്പിൽ തന്നെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ആശുപത്രിയിലെത്തിയപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സോജനെയാണ് അവർ ആദ്യം കണ്ടത്. ആർത്തലച്ചു കരയുന്ന മാമ്മിച്ചേടത്തിയെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയാത്ത അവസ്ഥയാണ്. ഇത്രയധികം കരയാൻ മാത്രം എന്താ ഇപ്പോൾ ഉണ്ടായതെന്ന് അവർക്ക് മനസ്സിലായില്ല. ചോദിച്ചപ്പോൾ സോജൻ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു, ആരെയെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ വേഗം അറിയിച്ചോളാൻ പറഞ്ഞു. അതുപോലെ അന്ത്യകൂദാശ കൊടുപ്പിച്ചോളാനും. സ്വാമി ജിമ്മിയെ അടുത്തേക്ക് വിളിച്ചു. ജിമ്മി, നമുക്ക് എല്ലാവരെയും അറിയിക്കണമല്ലോ. നമ്പറുകൾ ഞാൻ തരാം. ജിമ്മിക്ക് എല്ലാവരെയും വിളിച്ച് വിവരം പറയാമോ? പള്ളിയിൽ പോയി അച്ഛനെയും കാണണം. അത്യാവശ്യമായി കൂട്ടിക്കൊണ്ടുവരണം. നമ്പർ കിട്ടിയാൽ ഞാൻ എല്ലാവരെയും വിളിച്ച് വിവരം പറയാം. പള്ളിയിൽ സോജൻ തന്നെ പോയാൽ മതി. എന്നാലേ അത് ശരിയാകത്തുള്ളൂ. വിളിച്ചു പറയേണ്ടവരുടെ ലിസ്റ്റ് കൊടുത്തതനുസരിച്ച് ജിമ്മി എല്ലാവരെയും വിളിച്ച് വിവരം പറഞ്ഞു. സോജൻ പോയി വികാരി അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്ന് കുമ്പസാരവും വിശുദ്ധ കുർബാനയും കൊടുത്തതിന് ശേഷം അന്ത്യകൂദാശയും നൽകി. ആകാംക്ഷയുടെ നിമിഷങ്ങളായിരുന്നു പിന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന അവസ്ഥ. ഇടയ്ക്ക് സ്ഥിതി അല്പം മെച്ചപ്പെട്ട രീതിയിൽ ഒരു അറിയിപ്പ് കിട്ടി. ചിലരുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അന്ത്യകൂദാശ കൊടുത്തതിന് ശേഷം തികച്ചും അപ്രതീക്ഷിതമായ രീതിയിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് പോവുകയും പോലും ചെയ്ത സംഭവമുണ്ട്. മാമ്മിച്ചേടത്തിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു എന്നു പറഞ്ഞ് അറിയിപ്പ് കിട്ടി. അതനുസരിച്ചാണ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മാമ്മിച്ചേടത്തിയെ സോജൻ അകത്തേക്ക് പറഞ്ഞു വിട്ടത്. മാമ്മി അമ്മായി അകത്തുപോയി പാപ്പച്ചൻ ചേട്ടനുമായി ഇച്ചിരി എന്തോ സംസാരിച്ചു. മാമ്മി അമ്മായിക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിലും ശബ്ദം കേട്ടതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ അധികം താമസിച്ചില്ല. അല്പം ഉണ്ടായിരുന്ന പുരോഗതി പെട്ടെന്ന് മാറി വന്നു. സ്ഥിതി വളരെ മോശമായി. ഡോക്ടർമാർ പരമാവധി പരിശ്രമിച്ചു. എന്നാലും വിധി അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. രാത്രി 1:15 ഡോക്ടർമാർ ആ സങ്കടകരമായ വിവരം അറിയിച്ചു. പാപ്പച്ചൻ ചേട്ടൻ അവരെ വിട്ടുപോയ വാർത്തയാണോ അവർക്ക് ലഭിച്ചത്? ഈ ദുഃഖവാർത്ത കുടുംബത്തെ എങ്ങനെ ബാധിക്കും? ജിമ്മിയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും? ഇതിൻ്റെ ഒക്കെ ഉത്തരങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ അറിയാം. ഈ ഭാഗം ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻ്റായി അഭിപ്രായം രേഖപ്പെടുത്തണേ. ലൈക്കും ഷെയറുമൊക്കെ ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ നല്ല മനസ്സ് പോലെ. അടുത്ത ഭാഗം മറ്റന്നാൾ ഇതേ സമയം.